നമ്മുടെ സമൂഹത്തിൽ കുറച്ചധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന അടിമത്തം എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിയിൽപ്പെട്ടതോ മുന്നോക്ക ജാതിയിൽപ്പെട്ടതോ എന്നൊന്നുമില്ല. അടിമത്തം എന്ന് പറഞ്ഞാൽ കാശുള്ളവന് എന്ത് തോന്നിവാസവും കാണിച്ച് കാശില്ലാത്തവനെ അടിമയാക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിലും എല്ലായിടങ്ങളിലും ഞാനും അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാശില്ലാത്തപ്പോൾ ചവിട്ടി അരയ്ക്കപ്പെടുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ശ്രമിക്കുമ്പോൾ അതിനെ പേടിച്ച് തടയിടാൻ ശ്രമിക്കുന്ന തന്തയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള, എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പല ആളുകളും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അത് കുടുംബത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. നമ്മളെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെയും ഈ ഒരു അടിമത്തത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളവർ തന്നെ ആയിരിക്കണം. പണമില്ലാത്തതിൻ്റെ പേരിൽ തഴയപ്പെട്ട അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്ന കുടുംബമുള്ള ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ഇത് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമല്ല ബാധകമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പിന്നോക്ക ജാതി എന്ന് പറഞ്ഞ് ഞാൻ അവഹേളിക്കുന്നതല്ല. അങ്ങനെ ഒരു ചിന്താഗതി ആധുനിക സമൂഹത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക സമൂഹം